മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ അവിചാരിതമായിട്ടുള്ളൊരു മഹാത്ഭുതം ഉണ്ടായി. 40 വർഷങ്ങൾക്ക് മുമ്പ്, 38 വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ വിളിക്കുകയുണ്ടായി. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചവര്, പവർഫുള്ളി ക്രിസ്ത്യനായി തന്നെ ജീവിക്കുന്നവര്, ക്രിസ്ത്യാനിറ്റിയെ എല്ലാവിധത്തിലും സപ്പോർട്ട് ചെയ്യുന്നവര്, എന്നാൽ മറ്റുള്ള കാര്യങ്ങൾ കേൾക്കാൻ തുറന്ന മനസ്സുള്ളവര്. അന്ന് മുതൽ തന്നെ എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. എല്ലാ കാര്യത്തിലും അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന ആ പ്രൊഫസർ ഏത് കാര്യത്തിനും മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്താണ് പ്രശ്നപരിഹാരത്തിന് പോവുക. അൺബയസ്ഡ്, ഇംപാർഷ്യലായിട്ട് അദ്ദേഹം അഭിപ്രായം പറയാറുമുണ്ട്. അപ്പോൾ അദ്ദേഹം വിളിച്ചതിന് ശേഷം പറഞ്ഞു, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രഭാഷണം 1.25 മണിക്കൂർ ഉണ്ടായിരുന്നത് ഏഷ്യാനെറ്റ് ഉത്സവ ചാനലിലൂടെ കണ്ടു. അതിഗംഭീരായിരുന്നു. ഞാനും ഭാര്യയും അങ്ങയുടെ ഡോക്ടർ ഗോപാലേഷൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും ജനൻ ടി വിയിൽ 6:50 മുതൽ 7 മണി വരെയുള്ള ഭഗവത്ഗീതയും എല്ലാം കേൾക്കാറുണ്ട്. ഞങ്ങൾക്ക് ഗോപാലേഷൻ്റെ പ്രഭാഷണം വളരെ ഹൃദ്യമാണ്, വളരെ ഇഷ്ടമാണ്, വളരെ സന്തോഷമാണ്. അത്രയും പറഞ്ഞപ്പോൾ പറഞ്ഞു, സാറേ ഇത് പറയാനല്ല സാറ് വിളിച്ചത്, വേറെന്തോ പറയാനാണ് വിളിച്ചത്, അതിലേക്ക് വരിക, വളഞ്ഞു ചുറ്റി വരാതെ സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗം വളരെ ഇരുത്തം വന്ന പദാനുപദ വിവരണങ്ങളായിരുന്നു. ഹിന്ദു ധർമ്മത്തിലെ അനാചാരങ്ങളും ദുരാചാരങ്ങളും ആയിരുന്നു ഞാൻ അവിടെ വിവരിച്ചത്. അത് കഴിഞ്ഞിട്ട് സദാചാരങ്ങളിൽ മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം ഇവയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെ എണ്ണി പറഞ്ഞിട്ടായിരുന്നു. 50,000-6,000 പേരുണ്ടായിരുന്നു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിനകത്തും പുറത്തും. റോഡ് മുഴുവനും മൈക്ക് വെച്ചിരിക്കുന്നതിൻ്റെ മുമ്പിലും ഇത്രയും അധികം അപ്രതീക്ഷിതമായിട്ടുള്ള ജനസംഖ്യ ഉണ്ടായിരുന്നു. അത് ഏഷ്യാനെറ്റ് ഉത്സവ ചാനൽ ടെലികാസ്റ്റ് ചെയ്തതാണ് ഇദ്ദേഹം കണ്ടത്. എന്നിട്ട് ഇദ്ദേഹം പറയുകയുണ്ടായി, രണ്ടാമത്തെ ഭാഗം വന്നപ്പോൾ ആവേശം, ഇമോഷണൽ ആവുകയോ മറ്റോ ചെയ്തിട്ട് കുറച്ച് ആ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് യോജിക്കാത്ത വിധത്തിലുള്ള ചില കമന്റുകൾ പറഞ്ഞു. അപ്പോൾ അതൊന്ന് അറിയിക്കാനാണ്. 38-40 വർഷമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലെങ്കിലും ഒന്ന് വിളിക്കണമെന്ന് തോന്നിയത്. അപ്പം അദ്ദേഹം ഇതേമാതിരി 2-3 വരികൾ കൂടി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാർ രണ്ടാമത്തെ പാർട്ട് പറഞ്ഞത് വികാരം കൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ വിചാരമില്ലാതെയുമല്ല. 6,800-ൽ പരം പ്രഭാഷണം നടത്തിയ എനിക്ക് ഗിന്നസ് ബുക്കിൽ റെക്കോർഡിൽ വരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ലോകത്തിലെ ഒരു വ്യക്തി ഇത്രയും അധികം പ്രഭാഷണം നടത്തിയിട്ടുള്ളതിൽ അതിലൊക്കെ അതിശക്തമായിട്ട് പറയാറുള്ളത് തന്നെയാണ് അവിടെയും പറഞ്ഞത്. ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളുടെ കാര്യങ്ങൾ പള്ളിയിൽ പറയാമെങ്കിൽ, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ മസ്ജിദിൽ പറയാമെങ്കിൽ, ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ കാര്യം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പറയാം. അത് ഞാൻ പറഞ്ഞത് മറ്റ് മതങ്ങളിൽ സാർ ഒരു പക്ഷേ എന്നോട് പറയാൻ ആഗ്രഹിച്ചത് കുരിശിനെ കുറിച്ച് ഞാൻ പറഞ്ഞതായിരിക്കും. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, കുരിശിനെ കുറിച്ച് പറഞ്ഞത് തന്നെയാണ്. കുരിശിന് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലും അതൊരു പ്രത്യാശയുടെ ചിഹ്നമാണ്. അതുപോലെ യേശു ക്രിസ്തു ഞങ്ങൾക്കെല്ലാം ദൈവതുല്യനായിട്ടുള്ള അവതാരമാണ്. ബൈബിള് പുണ്യഗ്രന്ഥമാണ്. അതിനെതിരെ എന്തെങ്കിലും പറയുമ്പോൾ വേദന തോന്നി. ഞാൻ ഉടനെ അദ്ദേഹത്തിനോട് തിരിച്ചു പറഞ്ഞു, ഈ കുരിശിന് നെഗറ്റീവോ പോസിറ്റീവോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല. ഒരുപക്ഷെ ക്രിസ്തുമതത്തിലെ ഒരു പുസ്തകത്തിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി നെഗറ്റീവുകളും സമകാലീന പ്രസക്തമല്ലാത്തതുമായ കാര്യങ്ങൾ ഹിന്ദു ഗ്രന്ഥങ്ങളിലുണ്ട്. ധാരാളം കാര്യങ്ങൾ ഹിന്ദു ഗ്രന്ഥങ്ങളിലുണ്ട്, ഖുറാനിലുമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിന് യോജിക്കാത്തതുണ്ട്, പരിഹസിക്കാൻ പറ്റിയത് ധാരാളമുണ്ട് ഹിന്ദു ഗ്രന്ഥങ്ങളിലും. പക്ഷെ ഒന്നുണ്ട്, പ്രത്യാശയുടെ ചിഹ്നമായ ഈ കുരിശ് കാണിച്ചിട്ടാണ് ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും മെത്രാന്മാരും കർദിനാളും ബിഷപ്പും കന്യാസ്ത്രീകളും ഈ ദൈവത്തിൻ്റെ സുവിശേഷ പ്രവർത്തകരും എല്ലാം പാവപ്പെട്ട ഹിന്ദുക്കളെ മതം മാറ്റുന്നത്.
അത് പ്രത്യാശയുടെ ചിഹ്നമാണെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളും അതിനങ്ങോട്ട് ഭംഗിയായിട്ട് ആരാധിച്ച് സ്വസ്ഥമായിട്ട് ജീവിച്ചു പോയാൽ പോലെ എന്തിനാ ഈ പാവപ്പെട്ട ഹിന്ദുക്കളെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും മതം മാറ്റുന്നത്? ഈ യേശു ക്രിസ്തുവിനെ കച്ചവടം നടത്തുന്നത് എന്തിനാ? ബീഫും മട്ടണും കച്ചവടം നടത്തുന്ന മാതിരി എന്തിനാ ഇല്ലാത്തതൊക്കെ പറഞ്ഞ് യേശുദേവനെ കുറിച്ച് വേദത്തിലുണ്ട്, പുരാണത്തിലുണ്ട്, ദർശനത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ മതം മാറ്റാൻ പോകുന്നത്? അതിലുണ്ടെങ്കിൽ പിന്നെ അതങ്ങോട്ട് പഠിച്ചാൽ പോരെ. എന്തിനാ ഈ ബൈബിൾ പഠിക്കാൻ പോകുന്നത്? അതിവിടെ എഴുതിയതല്ലേ? പ്രത്യാശയുടെ ചിഹ്നമായിട്ട് എല്ലാവർക്കും കുരിശ് താല്പര്യമുണ്ടെങ്കിൽ തന്നെത്താനെ അവർ വരട്ടെ. 5 ലക്ഷവും 4 ലക്ഷവും കൊടുത്തും രോഗം മാറ്റാനെന്ന പേരിൽ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ ആശ്വസിപ്പിച്ചും കല്യാണം കഴിപ്പിച്ചും പ്രേമിപ്പിച്ചും എല്ലാം ഈ യേശു ക്രിസ്തുവിനെയും ബൈബിളിനെയും കുരിശിനെയും കച്ചവടം നടത്താനുള്ളത് ഒരാളെങ്കിലും എതിർക്കണ്ടേ സാറേ? ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. സാറ് വിളിച്ചു പറഞ്ഞു എന്നുള്ളത് കൊണ്ടൊന്നും ഈ ദൗത്യം നിർത്തില്ല. മരണത്തിന്റെ അവസാന ശ്വാസം വരെ നാക്കനങ്ങുമെങ്കിൽ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കും. അത് പറയാനുള്ള ഒരു ജന്മമാണ് എൻ്റെ ജന്മം. അപ്പോ പെട്ടെന്ന് ഇദ്ദേഹം വിഷയം മാറ്റി പറഞ്ഞു. ആരോ ഒരാൾ പറഞ്ഞു ഗോപാലകൃഷ്ണന് സുഖമില്ല എന്ന് പറഞ്ഞു. അതവിടെ ഇരിക്കട്ടെ സാറേ, വിഷയം അങ്ങോട്ട് എടുക്കല്ലേ. വിഷയം എടുക്കേണ്ടത് ഇതാണ്. ഗോപാലകൃഷ്ണന് സുഖമില്ലെങ്കിൽ കൊട്ടാരക്കര ഗണപതി കോവിലിൽ 1.25 മണിക്കൂർ ഒറ്റ ശ്വാസത്തിൽ പ്രഭാഷണമൊന്നും നടത്തില്ല. അദ്ദേഹം പറഞ്ഞത് വേറെ എന്തിനെയോ കുറിച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം എൻ്റെ ഫോൺ അതിന് ഉടനെ ചോദിക്കുകയും ചെയ്തു, ഇനി എറണാകുളത്തേക്ക് എന്നാ വരുന്നത്? ഞാൻ പറഞ്ഞു അടുത്ത ദിവസം. ഇന്നലെ പറഞ്ഞു ഇന്ന് എറണാകുളത്തെ ചിറ്റൂർ റോഡിൽ അയ്യപ്പൻകാവിൽ ക്ലാസ് ഉണ്ട്, ഞാനവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അയ്യോ നാളെ വരാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങയോട് വരണമെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് എന്തായാലും ഗോപാലകൃഷ്ണനെ കാണണം, എനിക്ക് അങ്ങേ കാണണം എന്നൊരു നിർബന്ധവും ഇല്ല. ഇതുമാതിരിയുള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ മുഖത്ത് നോക്കിയിട്ട് ഇതേ പറഞ്ഞത് തന്നെ ആവർത്തിക്കും. അതിൽ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരന് തുല്യമായിട്ടുള്ള അങ്ങ് സംസാരിച്ചു എന്ന കാരണത്താൽ ഈ പന്ഥാവിൽ നിന്ന് മാറില്ല. എൻ്റെ ധർമ്മവും എൻ്റെ രാഷ്ട്രവും ഇന്ന് മതപരിവർത്തനത്തിന്റെ വഴിയിലൂടെ അവഹേളിക്കപ്പെടുമ്പോൾ അതിന് പ്രതികരിക്കാൻ ഒരു ജന്മം ജഗദീശ്വരൻ ഭാരതമാതാവ് എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് തുടർന്നിരിക്കും. ഞാൻ എൻ്റെ ഫോൺ ഭാര്യയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഭാര്യ അങ്ങയെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു സ്ട്രെയിറ്റ് വിഷയത്തിലേക്ക് വരിക. അപ്പുറത്തെ നല്ല ഭംഗിയായിട്ട് മധുരം പുരട്ടിയ വരികളുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. അതിന് വിഷയത്തിലേക്ക് വരിക. ഞങ്ങൾ അങ്ങയുടെ ഒരു ആരാധകനാണ്. ഞാൻ പറഞ്ഞു ആരാധിച്ചുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നാറാണത്ത് ഭ്രാന്തനെ പോലെ തട്ടുകടയിൽ നിന്ന് ചായയും കുടിച്ചു പോകുന്ന ഗോപാലകൃഷ്ണനെ ആരാധിക്കുന്നതിന് പകരം ഈ രാഷ്ട്രത്തിൽ ആരാധിക്കപ്പെടാൻ യോഗ്യതയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതിനെ ആരാധിക്കുക. അങ്ങയുടെ പ്രഭാഷണങ്ങൾ നിരന്തരം കേൾക്കാറുണ്ട്. ഞങ്ങളിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നത് എൻ്റെ പ്രഭാഷണം കേട്ടിട്ടല്ല. ഞാൻ പറയുന്ന വിഷയങ്ങൾ നമ്മുടെ പൂർവികർ എഴുതിയത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനുയോജ്യമായത് ആ വിഷയമാണ് നിങ്ങളിൽ മാറ്റം വരുത്തുന്നത്, ഞാനല്ല. അല്ലെങ്കിൽ ഞാൻ എത്രയോ എന്നെ പോലെ ധാരാളം പേര് പ്രഭാഷണം നടത്തുന്നുണ്ടല്ലോ ഈ വിഷയത്തിലേക്ക് തൊടാതെ. അപ്പം നിങ്ങളിൽ മാറ്റം വരുത്തുന്നത് ആ വിഷയമാണ്, ഞാനല്ല. എന്തായാലും ഗോപാലകൃഷ്ണനുമായിട്ട് ചർച്ച ചെയ്തിട്ട് തെറ്റിദ്ധാരണകൾ മാറ്റണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. നിങ്ങൾ വായിച്ചതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം ബൈബിൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ഭാരതത്തിലെ വേദങ്ങളും ദർശനങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം വ്യാഖ്യാനം ചെയ്യാൻ ജഗദീശ്വരൻ എനിക്ക് കപ്പാസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഒരു 2000 വർഷം മുമ്പ് മരുഭൂമിയിൽ ജീവിച്ചിരുന്ന പ്രാകൃതരായ ജനതയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന പുസ്തകത്തിനെ ശരിക്ക് ജോസഫ് പുലിക്കുന്നേല് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫണ്ടിങ്ങോടുകൂടി പ്രസിദ്ധീകരിച്ച ആ ബൈബിളിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ ഒരാളും തമ്മിലുള്ള ചർച്ചയോ സംവാദത്തിന്റെയോ ആവശ്യമില്ല. ധാരാളം പേര് ഇടയ്ക്കിടയ്ക്ക് എന്നെ സംവാദത്തിന് വിളിക്കാറുമുണ്ട്. ഞാൻ വാദിക്കാനും പോവാറില്ല, ജയിക്കാനും പോവാറില്ല, അറിയാനും അറിയിക്കാനും മാത്രമേ പോവാറുള്ളൂ. എന്നാലും ഗോപാലകൃഷ്ണനെ കണ്ടേ മതിയാവും അങ്ങനെ ഒരു തോന്നലേ എനിക്കില്ല. നിങ്ങളെ കണ്ടേ മതിയാവും എനിക്കില്ല. എന്നെങ്കിലും വീട്ടിലേക്ക് വരണം. ഒരു കാരണവശാലും ഉണ്ടാവില്ല, അതിന് സമയം ഉണ്ടാവില്ല. ഉള്ള സമയം കൊണ്ട് തന്നെ സാധിക്കുന്നിടത്തോളം ക്ലാസ്സുകളെടുത്ത് മുമ്പോട്ട് പോവുകയാണ്. അല്ല എന്നാലും എറണാകുളത്തേക്ക് വരുമ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ വന്ന് കാണാം. പറയാൻ ഓർമ്മ വരികയാണെങ്കിൽ പറയാം. ഈ കാര്യം പറയാനാണെങ്കിൽ ഇപ്പം തോന്നിയ വിഷമത്തേക്കാൾ കൂടുതൽ വിഷമമായിരിക്കും എന്നെ കണ്ട് തിരിച്ചു പോകുമ്പോൾ. നല്ലോണം ആലോചിച്ചിട്ട് മതി. തുറന്ന് പറയാൻ എന്നെ പഠിപ്പിച്ചത് സാറ് തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരുമാണ് തുറന്ന് പറയാൻ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് തുറന്ന് പറയുന്നു. എന്നിട്ട് തിരിച്ച് ഫോൺ മറ്റേ ആളുടെ കൊടുത്തു. എന്തായാലും ഒരു ദിവസം കാണണം, കുറേ കാര്യങ്ങൾ സംസാരിക്കണം. സാർ വളരെ വിനയത്തോടുകൂടി പറയുന്നു, ഈ മതപരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കുരിശിനെയോ മറ്റുള്ളതിനെയോ മഹത്വവൽക്കരിക്കാനുമാണെങ്കിൽ ഗോപാലകൃഷ്ണൻ കേരളത്തിലെ മുഖ്യമന്ത്രി അല്ല. പ്രണാമം, നമസ്കാരം.